സ്വയംവര കോള് വരുന്ന ഒരു സൺഡേയാണ് കോള് വരുന്നത്. അപ്പോഴേ വീട്ടിൽ ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് സ്വയംവരെന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഫസ്റ്റ് പ്രൈസ് എനിക്കാന്ന് പറഞ്ഞു. അത് ഞാൻ വെച്ച് കളിയാക്കുന്നതെന്ന് വിചാരിച്ചേ. എനിക്കറിയത്തില്ലായിരുന്നു ബെൻസ് ആണെന്നുള്ള കാര്യം. എന്താ പറയണ്ടേന്ന് അറിയില്ല. നാത്തൂൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്താണ് പറയുന്നത്. ചെന്ന് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ചേട്ടനാ പറഞ്ഞ ബെൻസാണ് ഫസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്ക് നോക്കാം ഒരു കോള് വരുന്നോ എങ്ങനെയാണോ നമുക്ക് എന്നുവെച്ചാൽ ആരും പ്രതീക്ഷിക്കില്ലല്ലോ ഇങ്ങനെ ഫസ്റ്റ് ടൈമിൽ. അപ്പോൾ കൂപ്പൺ ഇട്ട കാര്യമൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ കൂപ്പൺ എവിടെ വച്ചെന്നും എനിക്ക് ഓർമ്മയില്ല സംഭവം. എന്നിട്ട് കൂപ്പൺ വിളിച്ച സമയത്ത് കൂപ്പൺ എൻ്റെ കയ്യിലില്ല. കൂപ്പൺ എവിടെ നിന്നാണ് എനിക്ക് അറിയില്ല. അവസാനം അവിടെ മൊത്തം തിരഞ്ഞപ്പം ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ അകത്തുനിന്ന് കൂപ്പൺ കിട്ടുന്നത്. അതൊരു ഓർമ്മയില്ല എവിടെ കൊണ്ട് വെച്ചെന്ന്. ഞാൻ കൂപ്പൺ ഇട്ട് ഓണ ടൈമിലായിരുന്നു. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ടാണ് നറുക്കെടുപ്പ് വന്നത്. അത് കഴിഞ്ഞ് ബാക്കിയെല്ലാം ഒരു സ്വപ്നം പോലെ എന്ന് പറയാം. ഞാൻ ആറ്റിങ്ങ ഷോറൂമിൽ നിന്ന് പർച്ചേസ് ചെയ്ത് അവിടെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. നല്ല ഷോറൂമാണ്, എനിക്കിഷ്ടമാണ്. അവിടുത്തെ ഡ്രസ്സെല്ലാം നല്ല വെറൈറ്റി കളക്ഷൻസ് ഉള്ള സ്ഥലം ആറ്റിങ്ങ സ്വയംവര. ഓണ പർച്ചേസ് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ പോയായിരുന്നു. തിരിച്ച് പോയതിനു ശേഷമാണ് വിളിച്ച് പറഞ്ഞാൽ ഇങ്ങനെ സമ്മാനം അടിച്ചു എന്ന് പറഞ്ഞത്. പ്രതീക്ഷയില്ല. ആള് 10 ദിവസം ലീവേ ഉള്ളൂ. ഇതെടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നേ. നെക്സ്റ്റ് സൺഡേ ആള് പോകും തിരിച്ച്. അപ്പം എവിടെയും ചെറിയൊരു ഡെസ്റ്റിനേഷനിൽ പോകണം.